ഗുരുവിന്റെ മൊഴിയിൽ നിന്നൊഴുകും തിരുവചനം ഒരു മനമായി കേൾക്കാം, ഒരുമയോടെ പാടാം, അനുഗ്രഹമായി തീർക്കാം ഈ സുദിനം നമ്മിൽ വചനത്തിൻ കൃപയോടെ മുന്നേറിയിടാം. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 9-ാം അധ്യായം 9-ാം തിരുവാക്യം. യേശു അവിടെ നിന്ന് നടന്നു നീങ്ങവേ മത്തായി എന്നൊരാൾ ചുങ്കസ്ഥലത്തിരിക്കുന്നത് കണ്ടു. യേശു അവനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. അവൻ എഴുന്നേറ്റ് യേശുവിനെ അനുഗമിച്ചു. കാരുണ്യവാനും സ്നേഹനിധിയുമായി ഞങ്ങളുടെ നല്ല ദൈവമേ, തിരുവചനത്തിലൂടെ ഇന്ന് ഞങ്ങൾ കാണുന്നു മത്തായി എന്ന അപ്പസ്തോലൻ എങ്ങനെയാണ് അങ്ങയുടെ അപ്പസ്തോലനായി മാറിയത് എന്ന്. ദൈവമേ, അങ്ങയുടെ വിളി കേട്ടയുടനെ തന്നെ അവരെഴുന്നേറ്റ് എല്ലാം വിട്ടുപേക്ഷിച്ച് അങ്ങയെ പൂർണ്ണമായി അനുഗമിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലും അങ്ങ് ദാനമായി ഞങ്ങൾക്ക് നൽകിയ ഈ ജീവിതത്തിലൂടെ അങ്ങയെ മാത്രം അനുഗമിക്കുവാൻ ദൈവമേ, ബാക്കി ലോകത്തിൻ്റെതായിട്ടുള്ളതെല്ലാം വിട്ടുപേക്ഷിച്ചുകൊണ്ട് അങ്ങയെ മാത്രം അനുഗമിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വിശുദ്ധ മത്തായി അങ്ങയെ മാത്രം അനുഗമിച്ചപ്പോൾ കർത്താവേ, തലമുറകൾക്ക് വേണ്ടി അങ്ങയുടെ വിശുദ്ധ സുവിശേഷം എഴുതുവാൻ അങ്ങ് ഈ വിശുദ്ധ സുവിശേഷകനായ അപ്പോസ്തോലനെ അങ്ങ് അനുഗ്രഹിച്ചുവല്ലോ. ദൈവമേ, ഞാൻ അങ്ങയെ പൂർണ്ണമായി അനുഗമിക്കുന്നത് വഴിയായി എന്റെ പ്രിയപ്പെട്ടവർക്കും ഞാൻ കൂടെ വസിക്കുന്നവർക്കും ശുശ്രൂഷ ജോലി ചെയ്യുന്നവർക്കുമെല്ലാം അങ്ങയെ പകർന്നു കൊടുക്കുന്ന അങ്ങയുടെ സുവിശേഷകനായി ഞാനും മാറട്ടെ എന്ന് തീഷ്ണമായി ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ദൈവമേ, അങ്ങയെ പ്രഘോഷിക്കുന്ന ജീവിതത്തിലൂടെ അങ്ങയെ പങ്കുവയ്ക്കുന്ന അങ്ങയുടെ മറ്റൊരു സുവിശേഷകനായി എന്നെയും മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നീതിമാനായ മാർ യോസേപ്പിന്റെയും മാധ്യസ്ഥവും സകല മാലാഖമാരുടെയും വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ചനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വചനത്തിൻ കൃപയോടെ മുന്നേറി